അപ്പോൾ വണ്ടി ഇതേ ഇവിടെ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാവുന്നത് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ട് ഇട്ടെടുക്കുന്ന ഏകദേശം ഒരു 10-400 മീറ്റർ റിവേഴ്സ് പോയാലേ വളയ്ക്കാൻ പറ്റും. അപ്പോൾ അത് ചേച്ചി നമ്മുടെ ഏഷ്യാഡ് പൊട്ടിക്കാൻ പോവുകയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശബരി ദ ട്രാവലർ. എന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മുടെ മാമലക്കണ്ടം എപ്പിസോഡുകളാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ഇത് കാണുക, അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. സോ മാമലക്കണ്ടത്ത് നമ്മൾ അരുൺ പുറക്കാട്ടിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് മൂവ് ചെയ്താലോ? പോണ്ടേ, ഉറക്കം കണ്ടുപിടിച്ചതേ ഇവനാണെന്നാണ് തോന്നുന്നത്. എവിടെ പോയാലും ഇത് തന്നെ. ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് ഇതേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഇനി പോയിട്ട് ഇവിടെ ചെറിയ കുറേ വാട്ടർഫോൾസ് ഉണ്ട്, ഇച്ചിരി പുഴയുണ്ട്. അപ്പോൾ ഈ പുഴയിൽ വാട്ടർഫോൾസിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് കുളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കുളിച്ച് നമുക്ക് ഈ തണുപ്പൊക്കെ ഒന്ന് കൊള്ളണം. അതിനായിട്ട് നമ്മൾ ഇതേ പതുക്കെ ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് ചേച്ചി അവിടെ ഏഷ്യയാണോ അങ്ങനെ എന്തോ ഒരു സാധനം രാവിലെ നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിക്കണം. അപ്പോൾ കുളിച്ച് കഴിയുമ്പോൾ നല്ല വിശപ്പായിരിക്കുമല്ലോ. അപ്പോൾ ഇനി നൈസായിട്ട് നമ്മളിതേ പുഴയിൽ അല്ലെങ്കിൽ വാട്ടർഫോൾസിൽ എവിടെയാണെന്ന് അറിയത്തില്ല, അരുൺ കൊണ്ടുപോകും. അവിടെ പോയി ഒരു കിടിലൻ കുളിക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വരുന്നവരുടെ അടുത്ത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, മാമലക്കണ്ടം എന്ന് പറയുന്നത് മഴക്കാലത്ത് മാത്രം സുന്ദരിയാവുന്ന ഒരു പ്രദേശമാണ് കേട്ടോ. ഈ മഴയും കോടമഞ്ഞും ഒക്കെ ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതെന്ന് പറയാം. വേനൽക്കാലത്ത് ഇതായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ മഴയില്ലാത്തപ്പോൾ ഇതായിരിക്കണമെന്നില്ല ക്ലൈമറ്റ്. ഇവിടെ നിന്ന് ലെഫ്റ്റൊക്കെ എടുത്ത് പുള്ളി എങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുളിക്കാനുള്ള സ്പോട്ടാണെന്ന് തോന്നുന്നു. അവിടെ ഹോണൊക്കെ അടിച്ചു. നൈസ് വഴി കേട്ടോ, നോക്കിയേ. അപ്പോൾ അതെ, വണ്ടി ഇതേ ഇവിടെ ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാവുന്നത് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. നൈസായിട്ട് ഒരു സ്ഥലത്താണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു. പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം, ഏത് വഴിയാണ് കുളിക്കാൻ പോകുന്നതെന്നുള്ളത്. അതാണ് രസം. ഇതേ നോക്കിയോ, ഉണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. ചെരുപ്പൊക്കെ നമ്മൾ അവിടെ ഊരി വെച്ച് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആ വെള്ളമൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു. വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇവിടെ ഇറങ്ങാം. പിന്നെ ഇതൊരു അപകടം പിടിച്ച കുഴിയാണ്. ഓ, ഒരിക്കലും ഇറങ്ങല്ലേ. ഓക്കെ. അതായത് ഇതൊരു അപകടം പിടിച്ച കുഴിയാണ്. അരുൺ പറയുന്നത് പറഞ്ഞാൽ ഇതൊരു ഉരുളിക്കുഴി എന്ന് പറയും. ഉരുളിക്കുഴി. എല്ലാ വണ്ടിയും അടിപൊളിയാണല്ലോ. ഒരു രക്ഷയല്ല ഏട്ടാ, എൻ്റെ അമ്മോ, എന്നാ പോളി പ്ലേസ് നോക്കിയേ. ഈ നമ്മുടെ നാട്ടിൽ പൊതുവേ കാണുന്ന ഒരു കാഴ്ചയാണല്ലേ. നാട്ടിൽ ഇനി ഒന്നും കാണാനില്ല. ഊട്ടിയും കൊടൈക്കനാലും മൂന്നാറൊക്കെ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. നമുക്കിനി വിദേശ രാജ്യങ്ങൾ പിടിച്ചാലോ എന്ന് ചിന്തിക്കുന്നവർക്ക് കൂടിയുള്ള ഒരു എപ്പിസോഡാണ് ഇത് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇനിയും നിങ്ങൾ കാണാത്ത ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ട്, ഹിഡനായി കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം പുറത്ത് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വ്ളോഗിങ്ങും എഴുത്തും ഫോട്ടോഗ്രാഫിയും എല്ലാം തുടങ്ങിയത് പോലും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ദേ നമ്മൾ മാമലക്കണ്ടത്ത് ഇപ്പോൾ നിൽക്കുന്നത്. മാമലക്കണ്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രം നടക്കുക, ഇല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്ത് താഴെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക. പിന്നെ ലോക്കൽസ്, ഇവിടെ ഉള്ള ആൾക്കാരുടെ കൂടെ മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാവുള്ളൂ. കാരണം എപ്പോഴാണ് മലവെള്ളം വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഒഴുക്കാണ്. അതുകൊണ്ട് തന്നെ അരുൺ പറയുന്നത് പറഞ്ഞാൽ നമുക്ക് ദേ ആ ഇത് കണ്ടോ, ആ റിവർ ക്രോസ് ചെയ്തിട്ട്, ആ കലങ്കിക്കൂടെ റിവർ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് പോയിട്ട് അവിടെ കുളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ അതിനുമായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഈ മാമലക്കണ്ടം എനിക്ക് തോന്നുന്നു അധികം സിനിമകളിലൊന്നും വന്നിട്ടില്ല. നല്ല സിനിമകൾക്കുള്ള ഒരുപാട് ലൊക്കേഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ആകെ വന്നിരിക്കുന്നത് ഈ കുട്ടമ്പുഴ
കുട്ടമ്പുഴ, മാമലക്കണ്ടം, പൂയംകുട്ടി ഇതിങ്ങനെ ഒരു നല്ലൊരു ബെൽറ്റാണ്, നല്ലൊരു ഏരിയയാണ്. പുലിമുരുകൻ മാത്രമാണ് ഇവിടെയൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്തതെന്ന് പറയാം. നമ്മൾ കാണുന്ന പോലെ അല്ല, വീഡിയോയിൽ എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഫോഴ്സ് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളങ്ങ് താഴെ പോകും. അപ്പോൾ എന്തായാലും തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഒന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി കുളിക്കാൻ നോക്കാം. ഓക്കെ. അതെ, നമ്മൾ പോകാൻ നോക്കിയ വഴി അടഞ്ഞു പോയെന്നാണ് പറയുന്നത്. അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ഫുള്ള് കാട് പിടിച്ച് കിടക്കുക. പിന്നെ നമുക്ക് അട്ടവടിയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അവിടെ പോയിട്ട് കുളിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ മൊത്തം ഇതാണ്, ഇങ്ങനെ പുഴയും വാട്ടർഫോൾസും ഒക്കെയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമ്മൾ അടുത്തൊരു സ്ഥലം തപ്പി പിടിച്ചെടുക്കാം. എന്തായാലും ഈ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര സൂപ്പർ സ്ഥലമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ ചാടി അപ്പുറത്ത് പോകുന്നത് ഇത്തിരി റിസ്ക്കാണ്. സോ ഇവിടെ വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തിരി ഡേഞ്ചർ പ്ലേസ് ആണ്. എല്ലാവരും വന്ന ഉടനെ കാല് നോക്കണം കേട്ടോ, കാരണം അട്ട വല്ലതും ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഇതുവരെ കയറിയിട്ടില്ല. അതെ, വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കൊണ്ട് ഇട്ടടത്തുനിന്ന് ഏകദേശം ഒരു 10-400 മീറ്റർ റിവേഴ്സ് പോയാലേ വളയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ മാരകമായ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സമീർ. അതെ, ഇവിടെ കയറ്റി വളയ്ക്കാം. ഓക്കെ, കറക്റ്റ് വണ്ടിക്ക് പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വണ്ടിക്ക് വേണ്ടിയിട്ടാണോ റോഡ് പണിതേന്നുള്ള സംശയം ഇല്ലാതില്ല. മതി മതി മതി, ഇനി ഫുൾ അടിച്ചോ. ഈ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ പെട്ടുപോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഭാഗ്യത്തിനൊരു വീട് കിട്ടിയോണ്ട് നമുക്ക് കയറ്റി വളയ്ക്കാൻ പറ്റി. ഇതിപ്പോൾ 2-3 പേരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ നമ്മളെ ചുള്ളിക്കണ്ടത്ത് പോയത് ഓർമ്മയുണ്ടല്ലോ, രാത്രി ഇങ്ങനത്തെ ഒരു റോഡിൽ കൂടെ ആയിരുന്നു. എൻ്റെ അമ്മ അത് ഇതേപോലെ റിവേഴ്സ് അങ്ങനെ എടുക്കേണ്ടി വന്നതിനായിരുന്നെങ്കിൽ തെണ്ടിപ്പോയനെ. അവസാനം ഒന്നും നടന്നില്ല കേട്ടോ, നല്ല മഴയായി. അപ്പം നൈസായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു, അത് മാത്രം തന്നെ നടക്കുന്നത്. ഈ മഴയത്താകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ കയറിയ കടയിൽ ഇതേ കഴിക്കാൻ പോവുകയാണ്. ചേച്ചി നമ്മളെത്തി. എന്താ ഉള്ളത്, എന്തായിരുന്നു കഴിക്കാനുള്ളത്? ഏഷ്യാഡ് ഒളിമ്പിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഏഷ്യാഡെന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്താ സംഭവം ഏഷ്യാഡ്? എല്ലും കപ്പയും കൂടെ വെക്കുന്നതിന് അതിന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല, എല്ലും കപ്പയും കൂടെ വെക്കുന്നതിന് ഇവിടെ ഏഷ്യാഡെന്നാണ് പേര് പറയുന്നത്. ഇത് ആരാ ഈ പേരൊക്കെ ഇട്ടത്? ഓക്കെ, ഇതാണ് ഏഷ്യാഡ്. യെസ്, ഇവിടെ 2. ഓക്കെ, ഇതാണ് ഏഷ്യാഡ്. ഏഷ്യാഡ് എവിടെ റെഡി ആയിരിക്കുന്നത്? സത്യം മഴയത്ത് ഈ കിച്ചണിലോട്ടൊക്കെ കയറുമ്പോൾ ഒരു ആശ്വാസം ഉണ്ട്, ഒത്തിരി ചൂടുണ്ട്. ഇതിങ്ങനെ 2ഉം കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇരുട്ടായതുകൊണ്ടൊന്നും കാണാൻ വയ്യ, പുറത്തോട്ട് എടുക്കുമ്പോൾ കാണാം. അപ്പോൾ അത് ചേച്ചി നമ്മുടെ ഏഷ്യാഡ് പൊട്ടിക്കാൻ പോവുകയാണ്, മെഡൽ കിട്ടുമെന്ന് നോക്കാം. അതെ, ഇതാണ് നല്ല മഴയത്ത് നല്ല ചൂട് ഏഷ്യാഡ്. ഇതേ പുകയൊക്കെ പോകുന്നുണ്ടോ, അടിപൊളി. നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് നമ്മുടെ ഏഷ്യാഡ് ഇരിക്കുന്ന കണ്ടോ. അവരെന്നെ ശപിക്കുകയായിരിക്കും കേട്ടോ, കാരണം കഴിക്കാനൊന്നും പറഞ്ഞ് മേടിച്ചിട്ട് ഞാൻ ഇവിടെ കൊണ്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുക. അവരിതിനെ നോക്കി കൊതിവിട്ടുകൊണ്ടിരിക്കുക. അതായത് ഏഷ്യാഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുക്കിയിലൊക്കെ ചെന്നാൽ കപ്പയും എല്ലേറിയും കിട്ടും. അത് കുറച്ച് വലിയ, അല്ലെങ്കിൽ എല്ലും കപ്പയും കിട്ടും, അത് കുറച്ചുകൂടെ വലിയ എല്ലായിരിക്കും. ഇതിങ്ങനെ എല്ല് തന്നെ വെട്ടി 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 ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇടുന്നത്. അതാണ് ഏഷ്യാഡും മറ്റും തമ്മിലുള്ള ഡിഫറൻസ്.
മാമലക്കണ്ടത്ത് കഴിക്കാൻ വരുന്നവരടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ എക്സ്ട്രാ രുചി കൂട്ടുകളൊന്നും ഇവിടെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇവിടുത്തെ ആൾക്കാർ എന്താണോ കഴിക്കുന്നത് ആ രുചിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. അടുത്ത നമ്മൾ പോകുന്ന ഏതൊരു വ്യൂ പോയിന്റിലോട്ടാണ്. ഈ വഴിയൊക്കെയാണ് പോകുന്നത്. എനിക്കറിയാൻ വയ്യ വണ്ടിയൊക്കെ അങ്ങ് വരെ പോകുന്നുള്ളത്. ഇനി ജീപ്പ് വഴിയൊക്കെ കാണാമെന്തോ. അളേ കാലുകൊടുത്ത് കയറിക്കോ. റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് പോകുന്നത്. കാർ ഏതുവരെ പോവോ കാറ് പെടുവോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. ഒന്നാം നല്ല കോരി ചൊരിയുന്ന മഴ കേട്ടോ. നല്ല പെരും മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ നല്ല കിടിലം മഴ കേട്ടോ. അതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്. ഇങ്ങനെ ലാഗായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതേ വന്നപ്പോൾ മഴ ഉണ്ടല്ലോ, പൊളി മഴയായിരുന്നു. ഇനി ഇതേ പുള്ളി അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഇവിടെ നിന്ന് കോട കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൈസായിട്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അല്ലടേ ഇത് കിടക്കട്ടെന്നാ. ആരും പ്രത്യേകിച്ച് വിളിച്ചിട്ടാണ് നമ്മൾ വന്നത്. എന്തായാലും നൈസ് പ്ലേസ് ആയിട്ടുണ്ട്. ഭയങ്കര മഴയായിപ്പോട്ടെ. മഴ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു അടിപൊളി പ്ലേസ് ആണ്. ഇപ്പൊ മഴ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ കയറി നിൽക്കാനൊക്കെ ആയിട്ടേ ഇങ്ങനെ ഷെഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ കാലപ്പഴക്കം ചെന്നോടെ നശിച്ച് ഇത്രമായി. കുറെ ഗ്യാപ്പിലൊക്കെ ഇവിടെ വേണേ കയറി നിൽക്കാം. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെ നമ്മുടെ വ്യൂവേഴ്സിന് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഇത് ഒരുപാട് പ്രാവശ്യം ഇവർ കണ്ട് മടുത്തിട്ട് പറഞ്ഞു ഇനി മഞ്ഞിട്ടേക്കല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതുപോലെയുള്ള സ്ഥലമാണ്. ഇപ്പൊ മഞ്ഞിപ്പം മുകൾ ഭാഗത്തുള്ള ഫുള്ളായിട്ട് നിന്നിട്ടില്ല. ഒരു 10 മിനിറ്റ് നിൽക്കുവാണ് തീർച്ചയായിട്ടും നല്ല കോട കയറി ഒരു രക്ഷയില്ലാതെ. ഇപ്പൊ അവിടെ കാണുന്ന മലയൊന്നും ഇപ്പൊ കാണില്ല. കോടയിൽ മൂടി കിടക്കുന്ന മലനിരകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഫുള്ള് ഇങ്ങനെ മല മുകളിൽ ഫുള്ള് കോട മൂടി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് കേട്ടോ. നൈസായിട്ട് ഇപ്പം ഇങ്ങനെ കോട അനങ്ങാതെ നിൽപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് കയറി വരുമായിരിക്കും അല്ലേ? ഇത് ഒരു സൈഡിൽ നിന്ന് തന്നെ അവിടെ നിന്നൊക്കെ കയറി വരും. ഇപ്പൊ തന്നെ അവിടുന്ന് കയറി വരുന്നുണ്ട് ഒരു മലയുടെ സൈഡിൽ നിന്ന്. ഇപ്പം പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടല്ലോ, ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ വന്ന് നിന്നിട്ടുണ്ട് തന്നെ കയറി വരും. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ നിറഞ്ഞ് ഫില്ല് ചെയ്തങ്ങ് വരും. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ല കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. ഭയങ്കര വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ ആണ്. അടിപൊളി വ്യൂ, ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ. ഇവിടെ നിന്നാലാണ് കറക്റ്റ് നമുക്ക് വ്യൂ കിട്ടുന്നത് കേട്ടോ. ഈ മരം സെന്ററിൽ നിന്നിട്ട് നമുക്കിങ്ങനെ രണ്ട് സൈഡും കാണാൻ പറ്റും. ആ കാഴ്ച ഞാൻ ഇവിടെ വന്ന് കാണിച്ചു തരാം. വായോ, ഇതാണ് ഞാൻ കണ്ട വ്യൂ എന്ന് പറയുന്നത്. എന്നാ വ്യൂ നോക്കി. ഇവിടെ നിന്ന് ഇങ്ങനെ ഫസ്റ്റ് ഒരു മലനിര ഇങ്ങനെ വന്ന് ചാഞ്ഞിറങ്ങി അവിടെ നിന്ന് അടുത്ത മലനിര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതേ കണ്ടോ. ആ മലയിലാണ് ഫുള്ള് ഇങ്ങനെ കോട കിടക്കുന്നത് കേട്ടോ. ആ ഒരു സൈഡ് കണ്ടോ, ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഒഴിഞ്ഞടക്കുക. ആ ചെറിയ നൂലിഴ പോലെ അവിടെ നിന്നുണ്ടോ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ദേ ഉണ്ടോ. അപ്പോൾ ആ രണ്ട് മലയുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങി പോകുന്നത് കുട്ടമ്പുഴയ്ക്ക്. ഓക്കെ, മാമലക്കണ്ടം എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് അല്ലേ? കുട്ടമ്പുഴ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ലെവലിലുമാണ്. നോർമൽ ലെവൽ ഈ രാജപാത പോകുന്ന ആ നോർമൽ ലെവലിലാണ് ഇപ്പോൾ അവർ വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇതിലും നമ്മൾ ടോപ്പിലാണ് നിൽക്കുന്നത്.
ഓ, ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കട്ടിങ് പോലെയാണ്. ഇപ്പം ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ടുണ്ടെ മലയിൽ നിന്ന് ഇടുവാണെങ്കിൽ ചിലപ്പോൾ തട്ടി അല്ലേ പോകുള്ളൂ. ഇത് നേരെ ഡയറക്റ്റ് താഴേക്ക് പതിക്കും. ഓ, ഷാർപ്പ് കട്ടാണിത്. നേരെ അങ്ങ് താഴെ പതിക്കും. നേരെ താഴേക്ക് വല്ല മരത്തിന്റെ മുകളിലായിരിക്കും ചെന്ന് വീഴുന്നത്. ഓ, അപ്പൊ ഒരു കൊക്കയാണിത് ശരിക്കും അല്ലേ? സൂയിസൈഡ് പോയിന്റ് ആണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഈ മരം ഇങ്ങനെ സെൻട്രലിൽ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് പറയാം. എന്താണ് വെള്ളിലാവെന്ന് പറയും, വെൺതേക്കെന്നും പറയും. വെൺതേക്കെന്ന് പറയുന്ന മരം കേട്ടോ. ഇതില് സാധാരണക്കാരന് കയറാൻ പറ്റത്തില്ല. ഇത് മിനുസും അതിന്റെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ആ, ഓക്കെ എന്ന് പറഞ്ഞാൽ എന്നാ കേസ് വന്നാലും കയറാൻ പറ്റത്തില്ല. ഓ, കയറുക എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു കഥയൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആന ഓടിച്ചിട്ട് പുള്ളി ഷൂ ഇട്ട് ഇതിന്റെ മുകളിൽ കയറി എന്നാ പറയുന്നത്. ആന ഓടിച്ചിട്ട് ഷൂ ഇട്ടിട്ട്, അതായത് നോർമലി ഈ മരത്തിൽ ആർക്കും കയറാൻ പറ്റത്തില്ല. പക്ഷെ ആന ഓടിച്ചപ്പോ ഷൂ ഇട്ടുകൊണ്ട് പുള്ളി ഇതിന്റെ മുകളിൽ കയറി വന്നു. ഷൂ ഇട്ടുകൊണ്ടാണ് വന്നത്. ഷൂ ഊരാൻ പോലും നിന്നില്ല, അതുപോലെ കയറിപ്പോയി. അതായത് നമ്മൾ ഒട്ടും കയറത്തില്ല. നമ്മൾ ഈ മരണവെപ്രാളത്തിലാണല്ലോ നമ്മൾ പലതും പഠിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. എന്ത് റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യുന്നത് ആ സമയത്താണ്. അതുപോലെ അങ്ങനെ ആയെന്നാണ് പറയുന്നത്. ഇതിനെ പറയുന്നത് താലിപ്പാറ വ്യൂ പോയിന്റ് എന്നാണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ താഴെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയുണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് വേണം മുകളിലേക്ക് വരാൻ. താർ റോഡിലൂടെ കാർ ഓടിക്കുന്നല്ലേ ഹീറോയിസം. അപ്പോൾ അതേ നമ്മൾ ജീപ്പ് പോകുന്ന വഴിയിൽ ഇവിടെ കാർ ഓടിക്കാൻ പോവുകയാണ്. കാത്തോളനെ അതെ ഇവിടേക്ക് തെന്നുമെന്നാണ് പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വരട്ടെ കുഴപ്പമില്ല. ശകലം നിർത്തിയെടുത്തോ. ഇല്ല, കടിയുണ്ട്. ശകലം നിന്ന് വരട്ടെ. അത് കൊള്ളാം. അടിപൊളി. പോട്ടെ. മതി ഇത് മാറടാ. അതൊരു അടിപൊളി ഡ്രൈവറാണ് വന്നത്. ഓഫ് റോഡിലൊക്കെ ഓടിച്ചാണ് ശീലമുണ്ട്. അതെ, ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നല്ല മഴ പെയ്ത് കിടക്കായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ചെളിയിൽ സ്കിഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് അതുണ്ടായില്ല. എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? കാർ പൊളിച്ചില്ലേ? പൊളിച്ചു. ശരി. അടുത്ത നമ്മളൊരു കലിങ്കിൽ വന്നിരിക്കുകയാണ്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കലിങ്കുകളിൽ ഇരിക്കാറുണ്ടല്ലേ. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കലിങ്കിൽ ആരൊക്കെ ഇരുന്നിട്ടുണ്ട്? ഓക്കെ, മുകളിൽ നിറയെ മലയും പച്ചപ്പും അതിൻ്റെ മുകളിൽ കോടയും. ഇവിടെ നമ്മൾ ഇന്ന് വന്നപ്പോൾ ഫുൾ രാവിലെ തൊട്ട് കാണുന്നതാണ് ഈ 3 കാര്യങ്ങളായിട്ടോ. മല, പച്ചപ്പ്, അതുപോലെ തന്നെ കോട. എവിടെ പോയാലും ഇത് 3ൻ്റെ കോമ്പിനേഷൻ ആണെന്ന് പറയാം. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മലയുടെ താഴെയുള്ള കലിങ്കിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പോകുന്നതെന്ന് പറയുന്നത് മീൻ പിടിക്കാനാണ് കേട്ടോ. വല്ല നടക്കുമോ എന്തോ, പുള്ളി അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു മീൻ പിടിക്കാനായിട്ട് ഒരാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലക്ക ഉണ്ടെങ്കിൽ നമുക്ക് മീൻ പിടിക്കാം. ഓക്കെ, ഓ, ജീപ്പ് ഇതിലെ ഇങ്ങനെ ഇറങ്ങിപ്പോവും. ഓ, ജീപ്പ് ഇതിലെ പോയി അതിലെ കയറി അങ്ങോട്ട് അവിടെ. ആ യെസ്, ഞാൻ ഈ ഒരു വീഡിയോ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതിലെ ഇങ്ങനെ ജീപ്പ് ഇറങ്ങി പോകുന്നല്ലേ. ഇതേ അവിടെ കയറുമല്ലേ. വാവ്, ഷോ. ഈ വഴിയാണ് ദേ ഇങ്ങനെ ജീപ്പ് ഇറങ്ങി പോകും കേട്ടോ. ഇപ്പം നല്ല ഒഴുക്കായതുകൊണ്ട് പോകത്തില്ല. ഒഴുക്ക് കുറയുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ഒരു തവണ വരാം. ഇങ്ങനെ ജീപ്പ് ഇറങ്ങി ദേ ഇങ്ങനെ പോയിട്ട് ദേ
ആ വഴി കയറി പോകും. അവിടെ ഒരാൾ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ചേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ആന വന്ന് വിസിറ്റ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. എന്നും ആന വന്ന് വിസിറ്റ് ചെയ്യുന്നു. ആനയായിട്ട് അത്രയും സൗഹൃദമാണ് ആ ചേട്ടന്. എന്തായാലും ആ ജീപ്പ് പോകുന്ന കാഴ്ച പൊളിയായിരിക്കും, ഒരു രക്ഷയില്ലാത്തതായിരിക്കും. അവിടെ കണ്ടൊരു ഗ്യാപ്പ് കിടപ്പുണ്ട് ജീപ്പ് പോകാനായിട്ട്, കണ്ടോ അതേ കണ്ടോ, ആ ഗ്യാപ്പിലൂടെയാണ് ജീപ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കയറി പോകുന്നത്. യെസ്, അപ്പോൾ നമ്മളിവിടെ വന്നത് വലയിട്ട് മീൻ വല്ലതും കിട്ടുമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, അപ്പം വലയായിട്ട് വന്നിരിക്കുന്ന ചേട്ടൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ചേട്ടാ നമസ്കാരം, എന്താണ് പേര്? ബിജു. ചേട്ടൻ സ്ഥിരം ഇവിടെയാണോ വല ഇടുന്നത്? ആ, പെരിയാറിലിടും, ഇവിടെ ഇടും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എന്ത് ടൈപ്പ് മീനാണ് സാധാരണ കിട്ടുന്നത്? ഏതാ? ആരോൻ. ഒരു പാമ്പ് പോലെ ഇരിക്കും, അത് പാമ്പ് പോലെ ഇരിക്കും. പുഴമീനാണ് സംഭവം. ആരോനും പിന്നെ വേറെ എന്നാ? പരല്, ചില്ലാങ്കുരി. ഓ, എല്ലാം വെറൈറ്റി ടൈപ്പ് മീനുകളാണല്ലോ. ആ, മഞ്ഞക്കുരി. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ പണി ആരംഭിച്ചല്ലോ രാത്രിക്ക് മുന്നേ. ശരി. വലയൊക്കെ എടുത്തു വെച്ചു, ദേ ഇരിപ്പുണ്ട്. യെസ്, വലയൊക്കെ ഇപ്പോൾ വെളിയിലോട്ട് ഇറക്കുന്നതായിരിക്കും. ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി വലയിടാൻ വന്നതാണ് കേട്ടോ. വലയിട്ട് കുറച്ച് മീനൊക്കെ പിടിച്ച് തരാമെന്നും പറഞ്ഞ് ഞങ്ങളെ കൂടെ കൂടിയതാണ്. ഇഷ്ടം പോലെ സാധനം ഇതാണ്. വലുത് കിട്ടിയാണ്ടല്ലേ പരല് തന്നെ. വരലെണ്ണ ആര് പറഞ്ഞു? നോക്ക് വാല്. എന്താ പരല? ആ, വാല് എന്താ കളറ്? പരല് പണ്ട് കായല് നമ്മളെ ആറ്റിൽ പിടിക്കുന്ന പരല്. പരല് തന്നെ. പരലല്ലെന്നല്ല, പരല് തന്നെ. ഇതെല്ലാം വലുതാവട്ടെ. ചില്ലാങ്കൂരി. കുഞ്ഞു കുഞ്ഞു കുറേ മീനുകൾ കിട്ടി കേട്ടോ. ഇതെന്താ സാധനം? ഇത് ചില്ലാങ്കൂരി. ചിലൂരി എന്ന് പറയും, മഞ്ഞക്കൂരി എന്നൊക്കെ പറയും. ഓക്കെ ഓക്കെ. ഇതിൻ്റെയൊക്കെ ഫാമിലി മുഴുവൻ ഞാനാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ചൂണ്ടിട്ട്. ഞാൻ ആട്ട വന്നപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് ശരിയായി. വീഡിയോ ആട്ട വന്നോ? വീഡിയോ ആട്ട കൊണ്ടുപോയി. മീൻ നല്ല മീനുകളാണ്. ഇതിൻ്റെ വലുതാ കിട്ടുന്നത്. ഇതിൻ്റെ ഈ സാധനം കുട്ടമ്പുഴ ഞങ്ങൾ ഇഷ്ടം ഞങ്ങൾ കളഞ്ഞിട്ട് വരുന്നത്. കുട്ടമ്പുഴ വരാത്ത തുടങ്ങും. വലുത് കിട്ടണം. കുട്ടമ്പുഴ പോയി നോക്കണം, നൈറ്റ് ആയിരിക്കും പിടിച്ചാൽ ഇതെല്ലാം പിറക്കി വെള്ളത്തിൽ കിട്ടും. യെസ്, അപ്പോൾ സമയം ഏകദേശം രാത്രി ആവാറായി. ഇപ്പോൾ നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി വൃത്തിയാക്കി ഫ്രൈ ചെയ്ത് നമ്മൾ ഡിന്നർ സെറ്റാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം. മാമലക്കണ്ടത്തിൻ്റെ പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. യെസ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെല്ലൈക്കണും ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം. അതുപോലെ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടും ഫേസ്ബുക്ക് പേജും രണ്ടും ശബരീദ് ട്രാവലർ എന്നാണ്, അതും ഫോളോ ചെയ്യുക.